ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അശുദ്ധാത്മാവ് ബാധിതനായ ഒരു ബാലനെ ഒരിക്കൽ സൗഖ്യമാക്കാൻ ശിഷ്യന്മാരുടെ അടുത്ത് മാതാപിതാക്കൾ കൊണ്ടുവന്നു. ശിഷ്യന്മാർ വളരെ പരിശ്രമിച്ചു നോക്കി, പക്ഷേ അവർക്ക് സുഖമാക്കാൻ കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ യേശു പറഞ്ഞു, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. മർക്കോസ് 9-ാം അധ്യായം. മക്കളെ പറ്റിയുള്ള മാതാപിതാക്കളുടെ ആകാംക്ഷ ഒരിക്കലും അവസാനിക്കാത്തതാണ്. കുഞ്ഞ് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതു മുതൽ മാതാപിതാക്കളുടെ മരണം വരെയും മക്കളെയും കൊച്ചുമക്കളെയും പറ്റിയുള്ള ഉത്കണ്ഠയും ജാഗ്രതയും അസ്വസ്ഥതയുമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് മിഷനാണ്. മകനെക്കുറിച്ചുള്ള വ്യാകുലതകൾ ഹൃദയം തുളയ്ക്കുന്ന വാളുകളായിരിക്കുമെന്നാണ് മേരി മാതാവിനോട് ശിമയോൻ പറഞ്ഞത്. കുട്ടികളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അനുകൂല പ്രതികരണങ്ങളും അശുദ്ധാത്മാവ് നിഷേധാത്മകമായ ദോഷ പ്രതികരണങ്ങളും ഉണ്ടാക്കുമെന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. കുട്ടികളുടെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് സംഭവ്യമാണ്. ദൈവം ദാനമായി തന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അവരെ ശപിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നതിന് പകരം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നാണ് ദൈവത്തിൻ്റെ നിർദ്ദേശം. പാപവും സാത്താനും അധിവസിക്കുന്ന ഈ ലോകത്തിലേക്ക് ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ മുമ്പിലും നിഷേധശക്തികൾ വലിയ വെല്ലുവിളികളും ശത്രുതയുമാണ് ഉയർത്തുന്നതെന്ന് നാം ഓർത്തിരിക്കണം. കുഞ്ഞുങ്ങൾ ആത്മാവിൽ ബലപ്പെട്ട് ശക്തരായി മുന്നേറാൻ മാതാപിതാക്കൾ മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. കുട്ടികളുടെ ശരീരവും മനസ്സും ബുദ്ധിയുമൊക്കെ വളർന്നു വരാൻ മാതാപിതാക്കൾ കാണിക്കുന്ന ശ്രദ്ധയും കരുതലും വളരെ അഭിനന്ദനാർഹമാണ്. പക്ഷേ അവർ ആത്മാവിൽ കൂടി ബലപ്പെടുന്നില്ലെങ്കിൽ ജീവിത പരീക്ഷണങ്ങളിൽ അവർ തോറ്റുപോകും. ക്രിസ്തുവുമായി ഒരു ആത്മബന്ധം കുട്ടിക്കുണ്ടാകാൻ ബൈബിളിലേക്കും കുടുംബ പ്രാർത്ഥനയിലേക്കും ആരാധനയിലേക്കുമൊക്കെ കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതൽ കൈപിടിച്ച് നടത്തണം. സയൻസിലും ടെക്നോളജിയിലും അക്കാദമിക് വിഷയങ്ങളിലും എക്സലൻസ് നേടിയ പല കുട്ടികളും ജീവിത പരീക്ഷയിൽ തോറ്റുപോകുന്നതിൻ്റെ കാരണമെന്താണെന്ന് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വെളിപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായം. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല.
മൂകനും ബധിരനുമാക്കുന്ന ആത്മാവ് കൗമാര കാലഘട്ടങ്ങളിൽ കുഞ്ഞുങ്ങളെ തിരുവചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുമ്പോൾ മാതാപിതാക്കൾക്കുള്ള ക്രിസ്തുവിൻ്റെ കൽപ്പന അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നതാണ്. പ്രാർത്ഥനയോടെ മക്കളെ ക്രിസ്തു സന്നദ്ധിയിൽ സമർപ്പിക്കണം. അതുകൊണ്ട് എന്താണ് പ്രയോജനമെന്ന് യുക്തിയും കോമൺ സെൻസും നമ്മോട് എതിർ ചോദ്യം ചോദിച്ചേക്കാം. കുട്ടികളുടെ വ്യക്തിത്വ സ്വഭാവ ബലഹീനതകൾ തിരുത്തി പുതുക്കി പണിത് ബലപ്പെടുത്താൻ സൃഷ്ടാവിന് മാത്രമേ സാധിക്കൂ. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് മാതാപിതാക്കൾ വിശ്വസിക്കണം. മക്കൾ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ നേർവഴിയിൽ നിന്നും പാപത്തിൻ്റെ വഴിയിലേക്ക് ചുവടുവയ്ക്കുന്ന ദുരന്തം സംഭവിച്ചേക്കാം. ഹൃദയം തകർക്കുന്ന ഇത്തരം ദുരന്തങ്ങളിൽ സ്വർഗസ്ഥ പിതാവ് മാതാപിതാക്കളോട് ആവശ്യപ്പെടുന്നത് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക എന്നാണ്. പാപം കുട്ടികളുടെ മനസ്സിനേൽപ്പിക്കുന്ന കളങ്കം കഴുകിക്കളയാനും അതുണ്ടാക്കിയ പ്രതിസന്ധികളിൽ നിന്ന് അവരെ വീണ്ടെടുക്കാനും ദൈവത്തിന് ക്രിസ്തുവിലൂടെ അനേകം വഴികളുണ്ട്. നഷ്ടപ്പെട്ടു പോയ മക്കളെ ദൈവത്തിൽ സമർപ്പിച്ച് ക്ഷമയോടെ പ്രാർത്ഥിച്ച് വീണ്ടെടുത്ത മാതാപിതാക്കളുടെ സാക്ഷ്യം അനവധിയാണ്. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന യേശു ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ പാരൻറ്റിങ്ങിൻ്റെ അടിസ്ഥാന നിയമമാണെന്ന് മാതാപിതാക്കൾ മറക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആത്മശരീര മനസ്സുകളിലെ എല്ലാ രോഗങ്ങളും ബാധകളും പരിമിതികളും അതിൻ്റെ കാരണങ്ങളുമൊക്കെ മനസ്സിൻ്റെ ടെക്നീഷ്യനും വൈദ്യനുമായ സ്വർഗസ്ഥ പിതാവിനറിയാം. അവൻ്റെ സ്നേഹസ്പർശത്തിലൂടെ ലഭിക്കുന്ന ഹോളിസ്റ്റിക് ഹീലിംഗ് പല പ്രതിസന്ധികൾക്കുമുള്ള ശാശ്വത പരിഹാരമാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ സുരക്ഷയും സുഹൃതഫലങ്ങളുമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദൈവിക സുരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും മെഡിക്കൽ കെയറും അവരുടെ സൗഖ്യത്തിനും അനുകൂല വളർച്ചയ്ക്കുമൊക്കെ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളാണ്. അതോടൊപ്പം ഗ്രേസ് ബേസ്ഡ് പേരൻറ്റിങ്ങിനും സമയം കണ്ടെത്തണം. ധാർമ്മിക അതിർവരമ്പുകളെയും തിരുവചന നിയമങ്ങളെയും നിത്യതയെന്ന ഫൈനൽ ഡെസ്റ്റിനേഷനെയും പറ്റി ചെറുപ്പം മുതൽ കുട്ടികൾക്ക് ഉൾക്കാഴ്ച നൽകുന്നതാണ് ഗ്രേസ് ബേസ്ഡ് പാരൻറ്റിങ്. ഈ ചുമതല സഭയെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും ഏൽപ്പിച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിക്കലും മാതാപിതാക്കൾ ഒഴിഞ്ഞു മാറരുത്. ദൈവം തന്ന അമൂല്യ താലന്തുകളായ മക്കളെ ആത്മാവിൽ പരിപോഷിപ്പിച്ച് അവർ നടക്കേണ്ടുന്ന വചനത്തിൻ്റെ വഴിയിൽ അവരെ നടത്തിയിരുന്നോ എന്ന് മക്കളെ അനുഗ്രഹദാനമായി തന്നവൻ ഒടുവിൽ ചോദിക്കും.
മുള്ളിലും പാറയിലും പെരുവഴിയിലും വീണ് ഫലം കായ്ക്കാതെ പോയ ദൈവത്തിൻ്റെ അമൂല്യ വിത്തുകളായ കുഞ്ഞുങ്ങളുടെ നഷ്ടത്തിന് മാതാപിതാക്കൾ രണ്ടുപേരും സമാധാനം പറയേണ്ടി വരും. അത്യന്തം അക്കൗണ്ടബിലിറ്റിയുള്ള നിയോഗമാണ് പേരൻറ്റിങ്. ദൈവഭയത്തോടും അതീവ ജാഗ്രതയോടും ഈ ദിവ്യ നിയോഗം മാതാപിതാക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് നിറവേറ്റണം. ദൈവമേ, മക്കളുടെ ഭൗതികവും ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് വേണ്ടി ഞങ്ങൾ സമയം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ അവരെ സമർപ്പിക്കാനും ദൈവീക മൂല്യങ്ങൾ പരിചയപ്പെടുത്തുവാനുമുള്ള ഉത്തരവാദിത്വബോധവും ഉൾക്കാഴ്ചയും നാഥ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മക്കളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടനിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിശക്തമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.